ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊഫഷണൽ എത്തിക്സ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ച ടോപ്പിക് എന്തായിരുന്നു? പ്രൊഫഷണൽ എത്തിക്സിൻ്റെ 4 പ്രിൻസിപ്പിൾസ് അല്ലേ. ഒരു 4 പ്രിൻസിപ്പിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞിരുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഫഷണൽ എത്തിക്സിൻ്റെ 4 സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. പ്രിൻസിപ്പിൾസ് പഠിച്ചു 4 ഇനിയുള്ളത് 4 സ്റ്റാൻഡേർഡ്സ്. ഈ സ്റ്റാൻഡേർഡ്സ് എക്സാമിന് ഹൈലി ടെസ്റ്റഡ് ആണ്. ഒരു സെനാരിയോ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം ഏത് സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഏത് സ്റ്റാൻഡേർഡാണ് ഇവിടെ വയലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അത് ഡിസേർവ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. ആ ഒരു സീരിയസ്നെസ് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ കോമ്പിറ്റൻസ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കോമ്പിറ്റൻ്റ് ആയിട്ട് നിൽക്കുക. നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുക, നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 3 വർഷമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ CMA ഒക്കെ പാസ്സായിട്ട് 3 വർഷമായിട്ട് നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 വർഷത്തിനിടയ്ക്ക് പുതിയൊരു കാര്യം പോലും പഠിച്ചിട്ടില്ല, നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ടില്ല, നിങ്ങൾ പുതുതായിട്ടൊന്നും പഠിച്ചിട്ടുമില്ല, നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുമില്ല. നിങ്ങൾ വന്നപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് തരുന്ന സാലറി 200,000 ആണ്. 200,000. ഓക്കെ, ആ ഒരു സമയത്താണ് ഒരു പുതിയൊരു ഒരു ഫ്രഷർ എംപ്ലോയിയുടെ ആപ്ലിക്കേഷൻ കമ്പനിയിലേക്ക് വരുവാണ്, നിങ്ങളുടെ സെയിം പോസ്റ്റിലേക്ക്. ആൾ ഫ്രഷറാണ്, അതുകൊണ്ട് ആൾക്ക് 100,000 കൊടുത്താൽ മതി. ആളും CMA ക്വാളിഫൈഡ് ആണ്. അപ്പോൾ കമ്പനി നോക്കുന്ന സമയത്ത് ആ ഒരു എംപ്ലോയിനെ എടുക്കുന്നതാണ് ലാഭം. കാരണം അയാൾക്ക് നിങ്ങൾക്കുള്ളത് സെയിം സ്കില്ലാണ്. നിങ്ങളവിടെ 3 വർഷം വർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് കമ്പനിക്ക് പ്രത്യേകിച്ച്, അതായത് അയാളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതലൊന്നും നിങ്ങളിൽ നിന്ന് കിട്ടാനില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും സെയിം സ്കില്ലാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് കമ്പനി ക്യാഷ് സേവ് ചെയ്യാനേ നോക്കത്തുള്ളൂ. കാരണം അയാളെ എടുത്തു കഴിഞ്ഞാൽ ആൾക്ക് 100,000 കൊടുത്താൽ മതി, നിങ്ങൾക്ക് 200,000 തന്നെ. അപ്പോൾ കമ്പനിക്ക് അവിടെ 100,000 സേവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി പോകും അല്ലേ. കമ്പനി എന്താ നോക്കുക, നിന്നെ എടുത്താലും അവനെടുത്താലും ഒരേപോലെയാണ്, എന്ത് വൈസ്, സ്കില്ല് വൈസ്. പക്ഷേ സാലറി അയാൾക്ക് കുറവ് കൊടുത്താൽ മതി. അപ്പോൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാൾ എടുക്കുന്നതാണ് നല്ലത്, നമ്മളെ തട്ടും. അപ്പോൾ കമ്പനിക്ക് നോ പറയണമെങ്കിൽ, അതായത് നമ്മളെ തട്ടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക അല്ലേ. ഔട്ട്ഡേറ്റ് ആവാണ്ടിരിക്കുക. ആ ഒരു സമയത്ത് കമ്പനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാകത്തില്ല. കമ്പനിക്ക് നമ്മളെ തന്നെ നിലനിർത്തേണ്ടി വരും അല്ലേ, കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടി, കമ്പനിക്ക് വളരാനായിട്ട്. അതല്ല നമുക്ക് പ്രത്യേകിച്ച് പുതുതായിട്ടൊരു സ്കില്ലും ഇല്ല, നമ്മൾ പുതുതായിട്ടൊന്നും പഠിച്ചിട്ടുമില്ല, 3 വർഷമായിട്ട് ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അയാൾ വരുമ്പോഴേക്കും അയാൾക്ക് നമുക്കുള്ള ഒരു സ്കില്ല്, അയാൾക്ക് സാലറി കുറച്ച് കൊടുത്താൽ മതി, ഓഫ് കോഴ്സ് അയാളെ എടുക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ വരാണ്ടിരിക്കുക. അതാണ് കോമ്പിറ്റൻസ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ പറയുന്നത്. എന്താണ് ഫസ്റ്റ് പോയിന്റ്? മെയിൻറ്റെയിൻ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കില്ല് അല്ല. അതായത് നമ്മുടെ പ്രൊഫഷണൽ നോളജും സ്കില്ലും മെയിൻറ്റെയിൻ ചെയ്യുക, റെഗുലർ ഇൻ്റർവെൽസിൽ അപ്ഡേറ്റ് ചെയ്യുക അല്ലേ. നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക, ഔട്ട്ഡേറ്റഡ് ആവാണ്ടിരിക്കുക. അടുത്ത പോയിന്റ്, പെർഫോം ഡ്യൂട്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് റെലവൻറ്റ് ലോസ്, റെഗുലേഷൻസ് ആൻഡ് ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ല. അതായത് ലോസും റെഗുലേഷൻസൊക്കെ പാലിച്ചുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്യുക. അതായത് നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അത് നിയമപരമാണോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അതിലുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതാണ് പെർഫോം ഡ്യൂട്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് റെലവൻറ്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അടുത്തത്, പ്രൊവൈഡ് ആക്യുറേറ്റ്, ക്ലിയർ, കൺസൈസ് ആൻഡ് ടൈംലി ഇൻഫർമേഷൻസ്. നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന സമയത്ത്, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അത് ടൈംലി ആയിരിക്കണം. അതായത് ഇന്ന് പറയാനുള്ള കാര്യം ഇന്ന് തന്നെ പറയണം, അതല്ലാതെ നാളെയല്ല പറയേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ അത് ടൈംലി ആയിരിക്കണം, അത് കൺസൈസ് ആയിരിക്കണം അല്ലേ. കൺസൈസ് ആയിരിക്കണം, ചുരുങ്ങിയ പരുവായിരിക്കണം. അല്ലാതെ വാരി വലിച്ച് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ പറയുന്നതും കൺസൈസ് ആയിട്ട് പറയുക. എത്ര ചുരുക്കി പറയാൻ വേണ്ടി പറ്റുമോ അത്രയും ചുരുക്കി പറയുക. അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിരിക്കണം, എററോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എന്താണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആക്യുറേറ്റ് ആയിരിക്കണം, എററൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകണം. അതുപോലെ തന്നെ എന്തായിരിക്കണം, കൺസൈസ് ആയിരിക്കണം അല്ലേ, ചുരുങ്ങിയ പരുവത്തിൽ. എത്ര ചുരുക്കി പറയാൻ വേണ്ടി പറ്റുമോ അത്രയും ചുരുക്കി പറയുക. അതുപോലെ തന്നെ ടൈംലി ആയിരിക്കണം, പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയണം. ഓക്കെ, ദെൻ അതിനൊരു എക്സാമ്പിൾ ഉണ്ട് കോമ്പിറ്റൻസിൻ്റെ. ടേക്കിംഗ് ട്രെയിനിങ് ഓൺ ന്യൂ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ടു ഇംപ്രൂവ് റിപ്പോർട്ട് ആക്യുറസി അല്ലേ. അതായത് പുതിയൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി നോക്കുക. അതൊരു കോമ്പിറ്റൻസിൻ്റെ എക്സാമ്പിളാണ്. നമ്മളവിടെ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ആവുകയാണ്. ഇപ്പോൾ കമ്പനി പറയുവാണ് പുതിയൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താ, നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ അറിയാത്ത പക്ഷം പഴയ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ഒരാളെ കമ്പനിക്ക് ആവശ്യമില്ല. അപ്പോൾ പുതിയൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ഒരാളെ കൊണ്ടുവരും, അത് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ മാർക്കറ്റിലുള്ള പുതിയ സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആണല്ലോ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് കോമ്പിറ്റൻസിൽ പറയുന്നത്. അടുത്ത സ്റ്റാൻഡേർഡ്
കോൺഫിഡൻഷ്യാലിറ്റി എന്താണെന്ന് നോക്കാം. കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ അൺലെസ് ലീഗലി റിക്വയർഡ് ടു ഡിസ്ക്ലോസ്. അതായത് നമ്മുടെ കമ്പനിയിലെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നമ്മുടെ കമ്പനിയിൽ തന്നെ ഒതുങ്ങി നിൽക്കേണ്ട, കമ്പനിക്ക് ഉള്ളിൽ തന്നെ നിൽക്കേണ്ട ഇൻഫർമേഷൻസ് സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുക, അല്ലേ? അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യുക, പുറത്ത് പറയാണ്ടിരിക്കുക. ഇപ്പോൾ ലീഗലി, അതായത് ഇപ്പോൾ ലീഗലി പുറത്ത് പറയേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ പറയുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസ് നടക്കുന്ന സമയത്ത് കോടതിയിൽ പറയേണ്ടതെങ്കിൽ പറയണം, അതുപോലെ പോലീസിൻ്റെ അടുത്ത് പറയണമെങ്കിൽ പറയണം. അതല്ലാതെ പുറത്ത് പറയാണ്ടിരിക്കുക. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കമ്പനിയിൽ ഒതുങ്ങി നിൽക്കേണ്ട ഇൻഫർമേഷൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തുക, പുറത്ത് പറയാണ്ടിരിക്കുക. ദെൻ ഡു നോട്ട് യൂസ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടി നമ്മുടെ കമ്പനിയിലെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. പേഴ്സണൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റർ ഉണ്ട്, അതായത് നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ, നമ്മളെപ്പോലെയുള്ള വേറൊരു കമ്പനി, ആ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഓഫർ വരികയാണ്, നിങ്ങളുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളും നമുക്ക് ചോർത്തി തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് തരാം, നിങ്ങൾക്ക് കൈക്കൂലി തരാം എന്ന് നമുക്കൊരു ഓഫർ വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാം, കാറോ ബംഗ്ലാവോ അങ്ങനെ ഒരു ഗിഫ്റ്റ് തരാമെന്ന് നമുക്കൊരു ഓഫർ വരികയാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടി നമ്മുടെ കമ്പനിയിലെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ചോർത്തി കൊടുക്കാണ്ടിരിക്കണം, അല്ലേ? അത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ പറയുന്നതാണ്. നമ്മുടെ കമ്പനിക്കുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കമ്പനിക്കുള്ളിൽ നിൽക്കേണ്ട ഇൻഫർമേഷൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യുക, സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അത് പുറത്ത് പറയാണ്ടിരിക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് ഇൻഫോം ഓൾ റെലവൻറ്റ് പാർട്ടീസ് റിഗാർഡിംഗ് ദ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് കോൺഫിഡൻഷ്യൽ ഡാറ്റ. ഈ കോൺഫിഡൻഷ്യൽ ഡാറ്റ ഉപയോഗിക്കേണ്ട, അതായത് റിഗാർഡിംഗ് അല്ലെ ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക്, അതിൻ്റെ യൂസേഴ്സിന് കൃത്യമായിട്ട് അത് ഇൻഫോം ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? നോട്ട് ഡിസ്കസിങ് കമ്പനി ഫിനാൻഷ്യൽസ് വിത്ത് ഫ്രണ്ട്സ് ഓർ സോഷ്യൽ മീഡിയ, അല്ലേ? അതായത് നമ്മുടെ കമ്പനിയിലെ ഫിനാൻഷ്യൽ ഡാറ്റാസ് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ സോഷ്യൽ മീഡിയയിലോ ഒന്നും പോയി എന്ത് ചെയ്യാതിരിക്കുക, ഡിസ്കസ് ചെയ്യാണ്ടിരിക്കുക, അല്ലേ? അതൊക്കെ നമ്മുടെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? ഫിനാൻഷ്യൽ ഡാറ്റയൊക്കെ നമ്മുടെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻഷ്യലാണ്, അത്രയും കോൺഫിഡൻഷ്യലാണ്. അത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുക. അതാണ് കോൺഫിഡൻഷ്യാലിറ്റിയിൽ പറയുന്നത്. ദെൻ മൂന്നാമത്തത് ഇൻറ്റഗ്രിറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഇൻറ്റഗ്രിറ്റി? സത്യസന്ധനായിട്ട് പെരുമാറുക, അല്ലേ? സത്യസന്ധനായിട്ട് പെരുമാറുക, അത്രേ ഉള്ളൂ. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധനായിട്ട് പെരുമാറുക. അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? അവോയ്ഡ് ആക്ച്വൽ ഓർ അപ്പാരൻറ്റ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒഴിവാക്കുക. എന്താണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നമ്മൾ ബിസിനസ് എത്തിക്സ് പഠിച്ചപ്പോഴേക്കും ഇൻറ്റഗ്രിറ്റി പഠിച്ചതാണ്. അവിടെ എന്താണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുപ്പിക്കണ പോലെയാവും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ എന്താണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ റിഫ്രൈൻ ഫ്രം എൻഗേജിങ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് വുഡ് ഡിസ്ക്രെഡിറ്റ് ദ പ്രൊഫഷൻ. അതായത് നമ്മുടെ പ്രൊഫഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന, നമ്മുടെ പ്രൊഫഷനെ താഴ്ത്തി കെട്ടുന്ന എല്ലാ ആക്ടിവിറ്റിയിൽ നിന്നും മാറി നിൽക്കുക, അല്ലേ? അതൊക്കെ അവോയ്ഡ് ചെയ്യുക. റിഫ്രൈൻ ഫ്രം എൻഗേജിങ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് വുഡ് ഡിസ്ക്രെഡിറ്റ് ദ പ്രൊഫഷൻ. നമ്മുടെ പ്രൊഫഷനെ താഴ്ത്തി കെട്ടുന്ന എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. അത് നമ്മുടെ പ്രൊഫഷനെ താഴ്ത്തി കെട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രൊഫഷൻ്റെ വാല്യൂ കുറയ്ക്കുന്നുണ്ടെങ്കിൽ, അല്ലേ? ഇപ്പോൾ കൈക്കൂലി വാങ്ങിച്ചിട്ട് ഒരാൾക്കൊരു ഫേവർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷനെ താഴ്ത്തി കെട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷനെ അവിടെ താഴ്ത്തി കെട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക. അതാണ് ഇൻറ്റഗ്രിറ്റിയിൽ പറയുന്നത്. ദെൻ കമ്മ്യൂണിക്കേറ്റ് ലിമിറ്റേഷൻസ് ഓർ കൺസ്ട്രെയിൻസ് ഇൻ ഇൻഫർമേഷൻസ് ഓർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് ഇൻറ്റഗ്രിറ്റിയിൽ പറയുന്നത്. ദെൻ ക്രെഡിബിലിറ്റി, നാലാമത്തെ സ്റ്റാൻഡേർഡ്. ക്രെഡിബിലിറ്റി എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി. നമ്മുടെ കമ്പനിയിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് എന്താണോ ആക്ച്വൽ ഇൻഫർമേഷൻസ് അത് അതുപോലെ തന്നെ പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുക, അല്ലേ? അതായത് അതിൽ വെള്ളം ചേർക്കാണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും മൂടി വെക്കാണ്ട്, മറച്ച് വെക്കാണ്ട്, എന്താണോ ആക്ച്വൽ ഇൻഫർമേഷൻസ് അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് ക്രെഡിബിലിറ്റിയുടെ ഫസ്റ്റ് പോയിന്റ്. എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി. അതായത് കൃത്യമായിട്ട് എന്താണോ ആക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് കൃത്യമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിൽ മിസ്റ്റേക്കോ കാര്യങ്ങളോ വരുത്താണ്ട് അത് ട്രാൻസ്പെറൻ്റ് ഇൻ ദ സെൻസ് എന്താണോ ഉള്ളിലുള്ളത് അത് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് ഡിസ്ക്ലോസ് ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻ ദാറ്റ് കുഡ് ഇൻഫ്ലുവൻസ് യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്. അല്ല, അതായത് യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഉപയോഗിക്കുന്ന, അതായത് യൂസർ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക. ഒന്നുകൂടി പറയാം. ഡിസ്ക്ലോസ് ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻ ദാറ്റ് കുഡ് ഇൻഫ്ലുവൻസ് എ യൂസർ
യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഈ ഇൻഫർമേഷൻസിൻ്റെയൊക്കെ യൂസേഴ്സ് ആരാണോ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക എല്ലാ റെലവൻറ്റ് ഇൻഫർമേഷൻസും. അതല്ലാതെ നമ്മുടെ ഉള്ളിൽ തന്നെ അതിനെ പിടിച്ചു വെക്കാണ്ട് അത് കൃത്യമായിട്ട് യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലേ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് റിപ്പോർട്ട് ഡെഫിഷ്യൻസി ഇൻ ഇൻറ്റേർണൽ കൺട്രോൾ, എത്തിക്സ് വയലേഷൻ ഓർ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഇഷ്യൂസ്. അതായത് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ്, എന്തെങ്കിലും പോരായ്മകൾ ഇൻറ്റേർണൽ കൺട്രോളിനോ അതല്ലെങ്കിൽ എത്തിക്കൽ വയലേഷനോ അതല്ലെങ്കിൽ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിബിലിറ്റിയാണ്, അല്ല? അതായത് കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻസ് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി. നമ്മുടെ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എങ്ങനെ, ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പാർട്ടീസിന്, കൃത്യമായിട്ടുള്ള യൂസേഴ്സിന് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. അതല്ലാതെ നമ്മുടെ ഉള്ളിൽ തന്നെ പിടിച്ചു വെക്കാണ്ടിരിക്കുക. ഇപ്പം നമ്മളൊരു കാര്യം പറയുന്ന, നമ്മളൊരു റെലവൻറ്റ് ഇൻഫർമേഷൻസ് ആയിരിക്കും, വേറൊരാൾ അറിയേണ്ട ഒരു കാര്യമായിരിക്കും, ഒരു യൂസർ അറിയേണ്ട ഒരു കാര്യമായിരിക്കും. പക്ഷേ അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാണ്ട്, നമ്മൾ പുറത്തു വിടാണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ പിടിച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക, അതൊക്കെ ക്രെഡിബിലിറ്റിക്ക് എതിരാണ്. അതുപോലെ തന്നെ റിപ്പോർട്ട് ഡെഫിഷ്യൻസി ഇൻ ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ എത്തിക്കൽ വയലേഷൻസ്, എന്തെങ്കിലും എത്തിക്കൽ വയലേഷൻസ് നമ്മുടെ കമ്പനിയിൽ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി ഇഷ്യൂസ്, എന്തെങ്കിലും ഇൻറ്റഗ്രിറ്റി ഇഷ്യൂസ്, എന്ത് ഇൻറ്റഗ്രിറ്റി, ഡാറ്റ ഇൻറ്റഗ്രിറ്റി, നമ്മുടെ കമ്പനിയിലുള്ള എന്തെങ്കിലും ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഇഷ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഈ റിപ്പോർട്ട് എന്നുള്ള വേർഡ് വരുമെങ്കിൽ അത് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ്. ഓക്കെ, അപ്പോൾ 4 സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? കോമ്പിറ്റൻസ്. എന്താണ് കോമ്പിറ്റൻസ്? നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുക, അല്ലേ? രണ്ടാമത്തെ എന്തായിരുന്നു? കോൺഫിഡൻഷ്യാലിറ്റി. നമ്മുടെ കമ്പനിയിൽ ഒതുങ്ങി നിൽക്കേണ്ട ഇൻഫർമേഷൻസ് അതിൽ തന്നെ നിർത്തുക, അല്ല? അതല്ലാതെ പുറത്ത് പറയാൻ വേണ്ടി നോക്കരുത്. മൂന്നാമത്തെ എന്തായിരുന്നു? ഇൻറ്റഗ്രിറ്റി, അല്ല? അതായത് നമ്മൾ സത്യസന്ധനായിട്ട് പെരുമാറുക, നമ്മുടെ പ്രൊഫഷനെ താഴ്ത്തി കെട്ടുന്ന പ്രവൃത്തികളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒഴിവാക്കുക, നമുക്ക് ഡിസിഷൻ എടുക്കാൻ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതൊക്കെയായിരുന്നു ഇൻറ്റഗ്രിറ്റിയിൽ പറഞ്ഞത്. ദെൻ ക്രെഡിബിലിറ്റി, അല്ലേ? അതായത് ഇൻഫർമേഷൻസ് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റെലവൻറ്റ് ഇൻഫർമേഷൻസ് യൂസേഴ്സിന് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലേ? അവർക്ക് ഉപകാരമുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും, അത് നമ്മൾ പിടിച്ചു വെക്കാണ്ട് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക. ദെൻ മൂന്നാമത്തത് റിപ്പോർട്ട് ഡെഫിഷ്യൻസി ഇൻ ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എത്തിക്കൽ വയലേഷൻസ് ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുക. അതാണ് ക്രെഡിബിലിറ്റിയിൽ പഠിച്ചത്. അപ്പോൾ ഞാൻ 2-3 തവണ ഓരോ സ്റ്റാൻഡേർഡും പറഞ്ഞു. അപ്പോൾ 4 സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിച്ചു. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കണ്ടിട്ട് ഇതിൻ്റെ ഭാഗം ടെക്സ്റ്റ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയൊരു ഏരിയയും കൂടിയുണ്ട്, റിസോൾവിങ് എത്തിക്കൽ ഇഷ്യൂസ്. റിസോൾവിങ് എത്തിക്കൽ ഇഷ്യൂസ്, അതായത് നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന എത്തിക്കൽ ഇഷ്യൂസിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? റിമെമ്പർ ഷുഡ് ഫോളോ ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആദ്യം തന്നെ നമ്മൾ ഒരു എത്തിക്കൽ ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഓർക്കുക, നമ്മുടെ കമ്പനിയിലെ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഫോളോ ചെയ്യുക. ഒരു ഫ്രോഡ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എത്തിക്കൽ വയലേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു എത്തിക്കൽ ഇഷ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുക എന്താണ്? നമ്മുടെ കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഫോളോ ചെയ്യുക. ഇഫ് ഡസ് നോട്ട് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് പോളിസി, നമ്മുടെ കമ്പനിക്ക് ഒരു പോളിസി ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഡിസ്കസ് വിത്ത് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ. അതായത് നമ്മുടെ കമ്പനിയിലെ സൂപ്പർവൈസർ, അതായത് നമ്മുടെ തൊട്ട് മുകളിലുള്ള സൂപ്പർവൈസർ ആരാണോ, നമ്മൾ ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആളോട് കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. ഇനി ഇഫ് സൂപ്പർവൈസ് ഇൻവോൾവ്ഡ് പ്രസൻറ്റ് ഇൻ ദ നെക്സ്റ്റ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്, അതായത് നമ്മുടെ സൂപ്പർവൈസറും അതിൽ ഇൻവോൾവ് ആണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരാണോ ആളും ഈ ഒരു പ്രശ്നത്തിൽ, ഈ ഒരു എത്തിക്കൽ ഇഷ്യൂവിൽ ഇൻവോൾവ് ആണ്. ആൾക്കും കൂടി ഇതിൽ പങ്കുണ്ടെങ്കിൽ അയാളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അയാളുടെ മുകളിലുള്ള, അതായത് ടോപ്പ് ലെവൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ മാനേജ്മെൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി അതും നടന്നില്ലെങ്കിൽ IMA ഓഫേഴ്സ് ആൻഡ് അനോണമസ് ഹെൽപ്പ് ലൈൻ ദാറ്റ് ദ മെമ്പേഴ്സ് മേ കോൾ ടു റിക്വസ്റ്റ് ഹൗ കീ എലമെൻറ്റ്സ് ഓഫ് IMA സ്റ്റേറ്റ്മെൻറ്റ്സ് കുഡ് അപ്ലൈഡ്. അതായത് നമുക്ക് IMA ഒരു എന്ത് തരുന്നുണ്ട്? ഒരു ഹെൽപ്പ് ലൈൻ അനോണമസ് നമ്പർ തരുന്നുണ്ട്. അതിലേക്ക് വിളിച്ച് പറയുക. നമുക്ക് മെമ്പേഴ്സിന്, CMA സർട്ടിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് അതിലേക്ക് വിളിച്ച് പറയാം എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ദ മെമ്പർ ഷുഡ് കൺസിഡർ കൺസൾട്ടിങ് ഹിസ് ഹെയർ അറ്റോർണി, അവരുടെ വക്കീലിനെ, അല്ലെ അറ്റോർണി, അവരുടെ വക്കീലിനെ സമീപിച്ചിട്ട് പറയുക, ഇങ്ങനൊരു ഇഷ്യൂസ് ഞാൻ കമ്പനിയിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ കമ്പനിയിൽ ആരോടും എനിക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എല്ലാവരും അതിൽ ഇൻവോൾവ് ആണ്. നമ്മുടെ സൂപ്പർവൈസറും നെക്സ്റ്റ് ലെവൽ മാനേജറും എല്ലാവരും അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നേരെ പോയി നമ്മുടെ അറ്റോർണി, നമ്മുടെ വക്കീലിനോട് പറയുക. അപ്പോൾ ഇതാണ് ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാനുള്ള നമ്മുടെ
മെത്തേഡ്സ്. ഫസ്റ്റ് എന്താണ് ആദ്യം ഓർക്കേണ്ടത്, നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് പോളിസി, കമ്പനിയിലെ എസ്റ്റാബ്ലിഷ്ഡ് പോളിസി ഫോളോ ചെയ്യുക. ഇനി കമ്പനിയിൽ എസ്റ്റാബ്ലിഷ്ഡ് പോളിസി ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ സൂപ്പർവൈസറിനോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇങ്ങനൊരു പ്രശ്നം നടന്നിട്ടുണ്ടെന്ന്. പക്ഷെ ആ ഒരു സൂപ്പർവൈസറും നമ്മുടെ തൊട്ട് മുകളിലുള്ള ആരാണോ അയാളും ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അയാളോട് പറയാൻ വേണ്ടി പറ്റൂല, നെക്സ്റ്റ് ലെവൽ മാനേജറോട് പറയാം. അവരും ഇൻവോൾവ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ IMAയിലേക്ക് വിളിച്ചു പറയാം. നമുക്ക് മെമ്പേഴ്സിനെ വിളിക്കാനായിട്ട് ഒരു ഹോട്ട് ലൈൻ ഒരു അനോണിമസ് ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. നമുക്ക് അതിലേക്ക് വിളിച്ചു പറയാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വക്കീലിനെ സമീപിച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് റിസോൾവിങ് എത്തിക്കൽ ഇഷ്യൂസ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച എന്തൊക്കെയായിരുന്നു, 4 സ്റ്റാൻഡേർഡ്സും പഠിച്ചു, എന്തെങ്കിലും എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ സോൾവ് ചെയ്യാമെന്നും പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഒരു എംപ്ലോയി ഏതൊക്കെ കാരണത്താലാണ് ഒരു കമ്പനിയിൽ ഫ്രോഡ് നടത്തുന്നതെന്ന്. ഫ്രോഡ് ട്രയാങ്കിൾ എന്ന് പറയും. 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ ഫ്രോഡ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക ഫ്രോഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ടോപ്പിക് ആയിരിക്കും. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.